ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങണ മുന്നേ തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ മാർക്കോ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടുനോക്കുക. കാരണം ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറെ, അതായത് ഞാൻ ഈ റിവ്യൂ തുടങ്ങി ഇതിന്റെ യൂട്യൂബിന്റെ ഞാൻ ഇതിന്റെ റിവ്യൂ ഇട്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു സിനിമക്ക് വരാൻ പോണ ഡീഗ്രേഡിങ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലരൊക്കെ തെളിവൊക്കെ ചോദിച്ചിരുന്നു, പക്ഷെ റിപ്ലൈ ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ഈ ചില കമന്റ് സെക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ഡീഗ്രേഡിങ് വരും. അതിനൊക്കെ ഒറ്റ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ടർ മെയിൻ റോൾ ചെയ്ത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ഉണ്ണിമൂന്തൻ ആയതുകൊണ്ടാണ്. അപ്പൊ ഉണ്ണിമൂന്തൻ ഇത് ഇന്നും ഇതിൽ നേരിടാൻ തുടങ്ങിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. കാരണം ഞാൻ ഇതൊക്കെ റിവ്യൂല് പറഞ്ഞ തന്നെയാണ്, ഞാൻ എന്നാലും ഒന്നും കൂടെ പറയണേ, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എപ്പോഴും സിനിമ ഫുൾ ഏകദേശം ഹൗസ്ഫുൾ ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോഴും കുറെ ആൾക്കാരെ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ഒരു മറ്റേതിന് മുന്നേ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്ന സമയത്ത് ആ സിനിമ ജയ് ഗണേഷ് ആയതുകൊണ്ട്, അതായത് എനിക്ക് ആ പേരിൽ എന്താണ് പ്രശ്നം എന്നുള്ള അറിയില്ല. ചിലപ്പോൾ ഗണേഷ് എന്ന് വന്നതുകൊണ്ടുള്ള പ്രശ്നമാവും. കാരണം ഉണ്ണിമൂന്തൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ഞാൻ മുസ്ലിമാണ്, എനിക്ക് ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ചിട്ട് വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഉണ്ണിമൂന്തൻ എന്ന് വെച്ചാൽ ഹിന്ദു ആണല്ലോ. അപ്പൊ ഈ ഹിന്ദു വിശ്വാസത്തിനാണല്ലോ മൂപ്പരാളുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്ദു വിശ്വാസം ഉള്ളതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രശ്നം, അതായത് മുസ്ലിംസിന് വേറെ ഇപ്പൊ ഒരു മുസ്ലിം നടനാണെന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം, അല്ലെങ്കിൽ വേറെ ഹിന്ദുക്കളൊക്കെ ഈ ഒരു സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. പക്ഷെ അവർക്ക് ആർക്കും വരാത്തൊരു പ്രശ്നം ഉണ്ണിമൂന്തർക്ക് വരുന്നുണ്ട്. കാരണം ജയ് ഗണേഷില് ഗണേഷ് എന്നുള്ള പേര് വന്നുകൊണ്ടാണ്, അതുകൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. ഗണേഷ് എന്ന് പറഞ്ഞ ഒരു പേര് വന്നപ്പോൾ പ്രശ്നം എന്താണ്, ഈ ഗണേഷ് വന്നാലുള്ള പ്രശ്നം എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ് ജയ് ഗണേഷ്. അത് വിജയിച്ചോ ഇല്ല എന്നുള്ള എനിക്കറിയില്ല. ജയ് ഗണേഷ് സിനിമ റിവ്യൂ ചെയ്തിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ആവേശം വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഈ രണ്ട് പടങ്ങൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്ന സമയത്ത് ഇതിന്റെ ഒപ്പം തന്നെ ജയ് ഗണേഷ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ജയ് ഗണേഷ് ഈ രണ്ട് സിനിമകൾ വിജയിച്ച പോലെ വിജയിക്കണം എന്നുള്ളത് ഞാൻ ഒരു സംഭവത്തിന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നു. കാരണം അത് നല്ലൊരു സിനിമയാണ്. കുറെ വിജയിച്ചു പോയ സിനിമകളെക്കാളൊക്കെ നല്ല സ്ക്രിപ്റ്റും നല്ല കുറെ ഉണ്ണിമൂന്തനൊക്കെ കുറെ പെർഫോം ചെയ്യാനുള്ള ഒരു ഫിലിമാണ് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ജയ് ഗണേഷ് അല്ലെങ്കിൽ ഷെഫീഖിന്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ സിനിമ ഒക്കെ മുതലിച്ചിട്ടാണ് ഈ ഉണ്ണിമൂന്തൻ എന്ന് പറഞ്ഞ ആക്ടർ ഇവോൾവ് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരു 10 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു മല്ലു സിംഗ് ഒക്കെ ഇറങ്ങിയിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണ്ണിമൂന്തന്റെ സ്റ്റൈലിൽ സിനിമ ഒക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് നമ്മളോട് ഇപ്പൊ ചോദിക്കാൻ ഒരു 10 കൊല്ലത്തിന് ശേഷം ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരാളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നമ്മളെ 10-11 കൊല്ലം മുന്നേ നമ്മള് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ നമ്മളെ മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലാന്നുണ്ടെങ്കിൽ പൃഥ്വിരാജൊക്കെ നമ്മൾ പറയുണ്ടാവും എന്നുള്ള ഇക്കാരം. പക്ഷെ അവിടുന്ന് അദ്ദേഹം ഒരു 10-11 കൊല്ലം കൊണ്ട് എന്താ പറയാ അങ്ങോട്ട് മാറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ അത് ഇങ്ങനെ മാറി വരികയെന്ന് കൂടി നമ്മൾ പറഞ്ഞു. കാരണം അതായത് ഉണ്ണിമുതൽ മാർക്കോല് ചെയ്തു വെച്ച ഒരു ചർച്ചിലുള്ള ഒരു സീനുണ്ട്. മാർക്കോല് ഇങ്ങനെ ഒരു ചർച്ചിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന സീനുണ്ട്. അത് ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്വാതന്ത്ര്യം ഇന്നും പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനും ഡ്രീമാണ് അങ്ങനത്തെ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ എല്ലാവരും തന്നെ പറഞ്ഞ എന്നാലും കൂടുതലും. കാരണം ആ ഒരു ഫിസിക്ക്, ആ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിമുന്തനക്ക് മാത്രം തരാൻ പറ്റേണ്ട സകലം. മാർക്കോയിൽ ഉണ്ണിമുന്തനക്ക് പകരം ആരും ഇല്ല മലയാളത്തിൽ. ഹിന്ദിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഹിന്ദിക്കൊക്കെ ഞാൻ വരാം. ഇത് ഈ അതാ ഞാൻ പറഞ്ഞത്, ഈ യങ് ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും കുറെ പ്രായമുള്ള ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും മാർക്കോ ചെയ്യാൻ ഉണ്ണിമുന്തനുള്ളൂ. അപ്പൊ ഈ ഒരു സംഭവമാണ് കുറെ ആൾക്കാർ പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ ചില ഒരു തിയേറ്റർ റെസ്പോൺസ് ഞാൻ കാണുന്ന സമയത്ത് ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്ത് പടാണത്, കുറെ വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം അവർ തെറ്റിദ്ധരിച്ചതാണ്. കാരണം ഇതിൽ എ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് എ പടാണെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബർ, ഞാൻ പേര് പറഞ്ഞില്ല, കാരണം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് തരാൻ എളുപ്പമാവും. ഞാൻ ഈ വീഡിയോ അദ്ദേഹം കാണുന്നില്ല, ഇൻ കേസ് അത് കണ്ടാൽ സ്ട്രൈക്ക് തരാൻ എളുപ്പമാവും. കാരണം ഒരു ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിന് മുന്നേ കുറെ മുന്നേ അദ്ദേഹം ഒരു ഉണ്ണിമുതനായിട്ട് പ്രശ്നം ഉണ്ടായ ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അതായത് മൂപ്പരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറെ മുന്നേ ആ ഒരു യൂട്യൂബർ മറ്റേ ഒരു ഇന്റർവ്യൂവിൽ ഉണ്ണിമുതന്റെ ബോഡി ലാംഗ്വേജ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒക്കെ ഭയങ്കര ബോറാണ്. കാരണം ആ മൂപ്പരാൾ തന്നെ എന്നിട്ട് ഇത് ഈ മാർക്കോനെ പറ്റിട്ട് എന്താ പറഞ്ഞെന്നുള്ള അറിയാലോ. വയലൻസ് ഉള്ള സിനിമയിൽ വയലൻസ് മുഴച്ചു നിൽക്കുന്നുണ്ട്, വയലൻസ് ഓവർഡോസ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ഒരു സിനിമക്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ടൈറ്റാനിക് സിനിമയിൽ കപ്പൽ മുങ്ങടെ മാറ്റി നിർത്തിയാൽ വേറെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടൊന്നും മറുപടി പറയാൻ പറ്റില്ല. മനസ്സിലായി. ഇപ്പൊ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ കാറുകളൊക്കെ ഒഴിവാക്കിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പടത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, വേറെ എന്തുണ്ട്, അതാണ് പടം എന്ന് പറഞ്ഞ പോലെ മാർക്കോല് വയലൻസ് ആണ് പടം. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സിനിമ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ സിനിമക്ക് ഓരോ സ്വഭാവമുണ്ട്. ഇപ്പൊ മാർക്കോ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പാവി കെയറിനെ നമ്മൾ ഒരിക്കലും പോകില്ല. അപ്പൊ നമുക്കൊരു സിനിമ കാണുന്ന സമയത്ത് നമുക്കൊരു സംഭവമാണ് നമ്മൾ എന്ത് കാണാൻ പോകണമെന്നുള്ള ഒരു സെൽഫ് അസസ്മെന്റ് കാണും. മനസ്സിലായില്ല. അതല്ലാതെ ഇത് ഞാൻ പറയല്ലോ, ഇതൊരു ഒന്നാമത് ഈ ചില യൂട്യൂബർമാരുടെ നാട്ടിൽ നടക്കുന്ന കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാം. ഞാൻ പറയട്ടെ, അപ്പൊ നിങ്ങൾ ചോദിക്കും സിനിമ അങ്ങനെ തന്നെ ഇല്ലേ? അല്ല, ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ആണ്, പബ്ലിക്കലി നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന സാധനമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നടന് വന്നിരുന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് പ്രശ്നമാണെന്ന് പറയാം. ഒന്നും പിന്നെ ഈ പറഞ്ഞ ഉണ്ണിമുതനക്ക് വേറൊരു ഇതും കൂടി ഉണ്ട്. മാളികപ്പുറം അഭിനയിച്ചിരുന്ന സമയത്ത് മാളികപ്പുറം 100 CR ആണല്ലോ. അപ്പൊ അതിന്റെ ആൾക്കാർ പറഞ്ഞത്
ഭക്തിപടം മാത്രമേ പറ്റുള്ളൂ. ഉണ്ണിമുന്തനക്ക് ഇങ്ങനെ ഭക്തിപടം എന്ന് പറഞ്ഞിട്ട് പടമില്ല. ഞാൻ മുസ്ലിമാണ്, എനിക്ക് ഈ ഹിന്ദുക്കളതൊന്നും അറിയാഞ്ഞിട്ട് എനിക്ക് ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. മാളികപ്പുറം മനസ്സിലായില്ല. അപ്പൊ ഈ 100 കോടി മാളികപ്പുറം അടിച്ച സമയത്ത് ഹിന്ദുക്കൾ മാത്രം കയറിയിട്ടല്ല പടം കണ്ടത്, മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാ ആൾക്കാരും, ഇതിൽ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈ സിനിമക്ക് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയപ്പോ അത് ഭക്തിപടം ആയപ്പം പ്രശ്നമായി. അപ്പം പറഞ്ഞു ഉണ്ണിമുന്തനക്ക് ഭക്തിപടം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായി? ഇപ്പൊ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഉണ്ണിമുന്തനെ ഇഷ്ടമില്ലാത്തവർക്ക് ഇനി കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പാൻ ഇന്ത്യൻ തൂക്കമാണ് നടന്നത്. കാരണം അതായത് ഹിന്ദിക്കാർ പറയുന്നത് അനിമൽ ക ബാപ്പ് എന്നാണ്. അതായത് അവരിൽ ഏറ്റവും വയലൻസ് ഉള്ള ഇന്ത്യൻ സിനിമാസിൽ തന്നെ വന്നത് കില്ല്, അനിമലൊക്കെയാണ്. അനിമൽ ഞാൻ കണ്ടിട്ടില്ല, കില്ലൊക്കെയാണ് ഞാൻ കണ്ടതിൽ കില്ലാണ്. അനിമൽ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതേ ഹിന്ദിക്കാർ പറഞ്ഞത് അനിമലിനേക്കാളും നല്ല പടം, അനിമലിനേക്കാളും കിടിലം പടം എന്നാണ് മാർക്കോനെ പറ്റി പറയുന്നത്. പിന്നെ കുറെ തമിഴന്മാർ ഇത് പുഷ്പനായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. ആ ചപ്പിരി പടത്തിനായിട്ടൊക്കെയാണ് മാർക്കോ കമ്പയർ ചെയ്യണത്. അതൊക്കെ എന്ത് ബുദ്ധി വെച്ചിട്ടാണ്? പിന്നെ അത് അവരെ യൂണിവേഴ്സ്, കാരണം അല്ലു അർജുൻ അഭിനയിച്ച പോലെ ഇതിന് ഉണ്ണിമുന്തൻ അഭിനയിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ അവരെ യൂണിവേഴ്സായി അവരെ പാടായി. അതിന് നമ്മളെ പോണില്ല. ഞാൻ പറയില്ല. അപ്പൊ നിങ്ങൾ ഇതെന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഈ നെഗറ്റീവ് സംഭവങ്ങൾ ഈ സിനിമക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒന്ന് നിങ്ങൾ ഈ മാർക്കോ സിനിമ വയലൻസ് ഉള്ള പടമാണെന്നുണ്ടെങ്കിൽ, വയലൻസ് ഉള്ള പടം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണിമുന്തന്റെ ഈ വളർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മൻസ് ഗ്രോത്ത് ആണ്. കാരണം ഇത്ര അധികം ഇവോൾവ് ആയി അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര അധികം ഇവോൾവ് ആയി വന്ന ആക്ടർ എന്ന് പറയുന്നത് വിരലിൽ എണ്ണാവുന്ന ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഒരു സിനിമയിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ എനിക്ക് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ഒരു മലയാളം ഇത്ര അധികം ക്വാളിറ്റി മൂവീസ് മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും, അതായത് പാൻ ഇന്ത്യൻ മൂവീസ് ഇറങ്ങിയിട്ട് ഉണ്ടെങ്കിൽ പോലും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞത്, അതായത് എല്ലാവരും ഇന്ത്യ മൊത്തം ഒരു മലയാള സിനിമനെ പറ്റി സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അത് ലൂസിഫറും ഇല്ല, ഒരു പടവും ഇല്ല. സത്യം പറഞ്ഞ തെലുങ്കിലും റിലീസാണ്. ഞാൻ ചില റീല് കാണുന്ന സമയത്ത് അതിന്റെ അടിയിൽ ഇങ്ങനെ കുറെ പേരുണ്ട് തെലുങ്കിലെവിടെ റിലീസ്. അപ്പൊ എല്ലാവർക്കും അതാ പറഞ്ഞത്, ഇന്ത്യ മൊത്തം സംസാരിക്കുന്നത് ഇന്ന് ഉണ്ണിമുന്തനെ പറ്റിയിട്ടും മാർക്കോനെ പറ്റിയിട്ടുമാണ്. മനസ്സിലായില്ല? ഈ ഒരു വളർച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നടന്മാർക്ക് തന്നെ പ്രശ്നം. കാരണം ഒരു നടന് കയറിയിട്ട് ഒരു നടന്, ഞാൻ പേര് പറഞ്ഞില്ല, ഇതിന് വെട്ടും കുത്തും ഞങ്ങൾക്ക് വന്ന് ധൈര്യത്തിൽ ഫാമിലി ആയിട്ട് സിനിമ കാണാന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യമില്ല? അല്ലാതെ തന്നെ അവരെ സിനിമ മര്യാദക്കാർക്ക് പ്രൊമോട്ട് ചെയ്തൂടെ? നേരെ മറിച്ച് ഇതിൽ സുരഭി ഉണ്ടല്ലോ, സുരഭി ഇറക്കിയിട്ട് അപ്പൊ 19 തീയതി ഇറങ്ങി 20 മാർക്കോ ഇറങ്ങി, അങ്ങനെയുണ്ടല്ലോ. ഒരാൾ ചോദിച്ച് ഇത് ക്ലാഷ് വരുമോ, മാർക്കൊക്കെ ഭീഷണിയാവുമെന്ന്. അപ്പൊ സുരഭി എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ നാളെ മാർക്കോ കാണാൻ പോവുകയാണെന്നാ പറഞ്ഞത് സുരഭി. അതാണ് മെച്യൂരിറ്റി എന്ന് വെച്ചാൽ അതാണ്. മനസ്സിലായില്ലേ? ഒരു പടത്തിന് ഭീഷണിയില്ല. നല്ലതാണെങ്കിൽ നല്ല വിജയിക്കും, അല്ലെങ്കിൽ അവിടെ മുഞ്ചിരിക്കും. പിന്നെ ഒരു ആക്ടർ വേറൊരു ആക്ടറിനോട് ഇതേപോലെ ചോദിച്ചപ്പോ പറഞ്ഞ ഡയലോഗ് എന്താ? മാർക്കോ കീർക്കോ ഒന്നും പ്രശ്നമല്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. എന്തിനാണ് എങ്ങനെ ഒന്ന് മര്യാദക്ക് സംസാരിച്ചൂടെ? ഇതൊക്കെ അങ്ങനെ വേറെ കുറച്ച് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ ഒരു സുഖമില്ലാത്ത മറുപടി തന്നെ പറഞ്ഞു. അതൊക്കെ കാരണം ഇതിലും ഉണ്ണിമുന്തനായോണ്ടാണ്. മനസ്സിലായി? ഇതിപ്പോ ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല. മനസ്സിലായില്ല? അപ്പൊ ഇത് പാൻ ഇന്ത്യൻ തൂക്കാണല്ലോ ഇത്. അതായത് എല്ലാ ഭാഷയും ഈ ഒരു പടത്തിനെ പറ്റി സംസാരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. മനസ്സിലായില്ല? അപ്പൊ ഇതിനു മുന്നേ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ 2-3 വേറെ ഭാഷകളിലുള്ള ആൾക്കാർ സിനിമകളെ പറ്റി ചർച്ച ചെയ്തിട്ട് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷെ ഇതേപോലെ അതായത് ഇന്ത്യൻ സിനിമാസിൽ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയൊരു പടം മാർക്കോ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഈ ഉണ്ണിമുന്തന് ഇമ്മൻസ് ഗ്രോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കുറെ അസൂയുണ്ട് ഉണ്ണിമുന്തനക്കല്ല, ഉണ്ണിമുന്തനോട് കുറെ അസൂയും എന്താ പറയുക, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് തന്നെ റിവ്യൂവേഴ്സ് കുറെ ഉണ്ട്. അങ്ങനെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ പോയിട്ട്, കാരണം ആ വീഡിയോ ഒക്കെ കിട്ടിയ ലൈക്ക് 12,000, 13,000, 14,000 ലൈക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 14,000 ലൈക്കിൽ ഒരു 7,000 ആൾക്കാരെങ്കിലും ചിലപ്പോൾ ഇത് വിശ്വസിച്ചിട്ട് പോവാതിരിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള വ്യൂവേഴ്സിനോടാണ് പറയുന്നത് ഇങ്ങനെയുള്ള റിവ്യൂസ്. അതായത് ഞാൻ പറയല്ലോ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ പറയുന്ന റിവ്യൂസ് അടക്കം നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ റിവ്യൂസ് കാണുന്നത് എന്തിനാ? ഒരാളെ അഭിപ്രായം, അശ്വൻ തോക്കിന്റെ കാണണമെങ്കിൽ അശ്വൻ തോക്കിന്റെ അഭിപ്രായം എന്താ, അല്ലെങ്കിൽ ഷസാമിന്റെ കാണണമെങ്കിൽ ഷസാമിന്റെ അഭിപ്രായം എന്താ, ഇനി പിന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ അഭിപ്രായം എന്താന്നുള്ള അറിയാം, അത്രേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ സിനിമ കാണണോ കാണണ്ടേ എന്ന് തീരുമാനിക്കുന്നത് റിവ്യൂ കണ്ടിട്ടാവരുത്. മനസ്സിലായി? ഇതിന്റെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ആരെ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പക്ഷെ ഇന്നും അങ്ങനെ കുറെ റിവ്യൂസിന്റെ കേട്ടിട്ട് സിനിമ കാണണോ കാണണ്ടേ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തോടാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഞാൻ മലയാളം ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സിനിമകളിൽ ദി ബെസ്റ്റ് എന്ന് പറയാൻ ഒരു കാറ്റഗറിയിൽ മുന്നിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ്. ഞാൻ പറയുന്നത് സമാജം സ്റ്റാർ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച ഇദ്ദേഹം ഇന്നിപ്പോ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുകയാണ്. ഒറ്റ സിനിമ മതി ഒരു ആക്ടറിന്റെ ജീവിതം തന്നെ മാറാൻ. മനസ്സിലായി? പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഉണ്ണിമുന്തന്റെ ഈ ഒരു മാർക്കോ കൊണ്ട് മാത്രം മാറി വന്ന ഒരു ആക്ടർ ആണെന്നുള്ളത്. കാരണം ജയ് ഗണേഷ് നല്ല പടമായിരുന്നു, പിന്നെ ഷെഫീഖിന്റെ സന്തോഷം നല്ല സിനിമയാണ്, മാളികപ്പുറം നല്ല സിനിമ, മാളികപ്പുറം 100 CR മേലേക്ക് പോയല്ലോ. അപ്പൊ ഓൾറെഡി കരിയറിൽ 100 കോടി ഉള്ള എല്ലാവരും വിചാരിക്കുന്ന മാർക്കോയിലാണ് ആദ്യമായിട്ട് ഉണ്ണിമുന്തന്റെ 100 CR ക്ലബിൽ കയറ്റുന്നുള്ളതാണ്. അല്ല, ഇത് മാളികപ്പുറം പിന്നെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മേപ്പടിയാനൊക്കെ അങ്ങനെ 100 CR എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു റിവ്യൂറിന്റെ ഒരു സംഭവം കണ്ടിട്ട് സിനിമ കാണാതിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂലോകം മൊയ്തത്തരാണ്. പ്രത്യേകിച്ച് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരാൾ റിവ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ
മനസ്സിലായില്ല? ഒരാളെ കളിയാക്കാൻ മാത്രം വിമർശനം എന്നുള്ള അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് കളിയാക്കാൻ മാത്രം അറിയണ ഒരാള് റിവ്യൂ കേട്ടിട്ടാണ് നിങ്ങൾ ബോധിരിക്കണമെങ്കിൽ അത് അതിനേക്കാളും മോചത്തരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സമാജം സ്റ്റാർ എന്ന് വിളിപ്പിച്ച ഇദ്ദേഹം നിങ്ങളെ കൊണ്ടൊക്കെ വിളിപ്പിക്കുന്ന സൂപ്പർ സ്റ്റാർ എന്നാണ്. മനസ്സിലായി? കാരണം അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി, പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി അദ്ദേഹം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒക്കെ വന്നത് ഒരു മലയാള സിനിമ എന്നാണ്. അപ്പൊ ആ സിനിമ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോഴും ഡീഗ്രേഡിങ് നടക്കും, ഇന്നും ഡീഗ്രേഡിങ് നടക്കും, OTT ഇറങ്ങി കഴിഞ്ഞാൽ ഡീഗ്രേഡിങ് നടക്കും. ഇതൊരിക്കലും നിൽക്കൂല. അതിന് വികാതിരിക്കുക, നല്ല പടങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റ്ലി മാർക്കോ സിനിമ നിങ്ങൾ കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സെനിങ് ഔട്ട്.